കരസേന മുൻ മേധാവി എം നരവനെയുടെ പുസ്തകത്തിന്റെ കോപ്പിയുമായി രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിലെത്തി. മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ പുസ്തകം ഉയർത്തിക്കാട്ടി. പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ വരാൻ ധൈര്യപ്പെടുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വന്നാൽ പുസ്തകം നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. सरकार कह रही है कि किताब है ही नहीं. Speaker has said that this book does not exist. Government has said this book does not exist. Rajnath Singh ji has said this book does not exist. Every youngster in India should see that this book exists. This is Mr. Naravane's book. नारावने जी की किताब है. इसमें उन्होंने पूरा अकाउंट लिखा है. जो लद्दाख का जो अकाउंट था, और मुझे कहा गया है और मुझे कहा गया है कि मैं इस बुक को कोट नहीं कर सकता हूं, बट यहाँ पे पूरा लिखा है. यहाँ पे मेन लाइन है जो प्रधानमंत्री ने कही, जो उचित समझो वो करो. राइट? जब चीफ ऑफ आर्मी स्टाफ जनरल नारावाने ने राजनाथ सिंह जी को फ़ोन किया और कहा कि देखिए कैलाश रिच पर चाइनीज़ टैंक्स आ गए हैं, हमारी टेरिटरी है, कैलाश रिच पर चाइनीज़ टैंक्स आ गई हैं, हमें क्या करना है. पहले राजनाथ सिंह जी ने उनको रिप्लाई नहीं दिया. നന്ദി പ്രമേയ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. പാർലമെന്റ് കവാടത്തിൽ സസ്പെൻഷനിലുള്ള എംപിമാരും പ്രതിഷേധിക്കുന്നുണ്ട്. प्रश्नकाल के अंदर माननीय सदस्यों को बोलने दें. आप सदन नहीं चलने देना चाहते. सदन के अंदर मर्यादित आज രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇന്നും എം നരവനെയുടെ പുസ്തകം ഒരു ലോക്സഭയിൽ ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇന്നിപ്പോൾ ആ പുസ്തകവുമായി എത്തിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി വരാൻ ധൈര്യപ്പെടില്ല എന്നടക്കം പറയുന്നുണ്ട്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രി വരേണ്ടതാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്, അത് തടസ്സപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഉച്ചവരെ ഇന്ത്യ US വ്യാപാര കരാറാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഇതായിരിക്കുമോ പ്രധാനപ്പെട്ട വിഷയം? ശ്രീജ, ഏതായാലും രാഹുൽ ഗാന്ധി എം നരവനെയുടെ പുസ്തകം കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ആയുധമാക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആ പുസ്തകമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. ലോക്സഭയിൽ അദ്ദേഹം ആ പുസ്തകം ഉയർത്തിക്കാട്ടി. അതിനുശേഷം രാഹുൽ ഗാന്ധി പുറത്ത് സസ്പെൻഷനിലുള്ള 8 എംപിമാരുടെ അടുത്തെത്തി. അവിടെ വെച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിലും ആ പുസ്തകം ഉയർത്തിക്കാട്ടി. തുടർന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം സ്പീക്കറും ഒപ്പം തന്നെ സർക്കാരും പറഞ്ഞ വിശദീകരണം അപ്പാടെ തള്ളുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമെന്നാണ്. ആ വാദങ്ങളെ രാഹുൽ ഗാന്ധി അപ്പാടെ തള്ളുകയാണ്. കാരണം ആ പുസ്തകമായി തന്നെ രാഹുൽ എത്തുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു ഈ പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്, രാജ്യത്തുള്ള യുവാക്കളടക്കമുള്ളവർ ഇത് കേൾക്കണം, ഈ പുസ്തകം ലഭ്യമാണ് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ രാജ്നാഥ് സിംഗുമായി നരവനെ സംസാരിച്ചത്, പ്രധാനമന്ത്രി അടക്കം നേതാക്കളെ ഫോണിൽ വിളിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ പുസ്തകത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി. ഏതായാലും കഴിഞ്ഞ ദിവസത്തിൽ സമാനമായ സാഹചര്യം തന്നെയാണ് സഭയ്ക്കുള്ളിൽ ഇന്ന് നടന്നത്. ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തി. പക്ഷേ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലായിരുന്നു സ്പീക്കർ. തുടർന്ന് പ്രതിഷേധത്തെ തുടർന്ന് ആദ്യം 12 മണി വരെ നിർത്തിവെച്ചു. 12 മണിക്ക് സമ്മേളിച്ചപ്പോൾ ആദ്യം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ സഭയിൽ US കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോഴും വലിയ പ്രതിഷേധം സഭയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ സഭ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും നന്ദി പ്രമേയ ചർച്ചയ്ക്ക് 5 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും, മറുപടി പറയും എന്ന് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ആകട്ടെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് സംസാരിക്കാൻ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ അതുമായി സഹകരിക്കേണ്ടതില്ല, പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശ്രീജ. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് ബിട്ടുവുമായി വാക്ക് തർക്കം.
സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ് എംപിമാർ പാർലമെന്റ് കവാടത്തിൽ സമരം ചെയ്യുന്നതിനിടെയായിരുന്നു തർക്കം. സമരം ചെയ്യുന്ന എംപിമാർക്കടുത്തേക്ക് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ അതുവഴി വന്ന കേന്ദ്ര സഹമന്ത്രി യുദ്ധം ജയിച്ചു വന്ന് ഇവിടെ ഇരിക്കുകയായിരിക്കുമല്ലേ എന്ന് ചോദിച്ച് പരിഹസിച്ചു. കേന്ദ്രമന്ത്രി ബിട്ടുവിനെ ചൂണ്ടിക്കാട്ടി ഇതാ ഒരു ചതിയൻ കടന്നുവരുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. തുടർന്ന് ബിട്ടുവും കോൺഗ്രസ് എംപിമാരും തമ്മിൽ ചെറിയ വാക്തർക്കമുണ്ടായി. കോൺഗ്രസ് നേതാവായിരുന്ന രവനീത് ബിട്ടു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് BJP-യിൽ ചേർന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.